ഹലോ ഗൈസ്, ചെമ്പനിയപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയെ കാണാൻ വന്ന ആൾ പറയുവാണ്, ആ സാർ നിങ്ങളെ കാണാൻ വേണ്ടി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ആരാ സുധി ഇതെന്ന് ചോദിക്കുമ്പം സുധി പറയുവാണ്, അച്ഛാ ഞങ്ങൾ ഹണിമൂൺ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു, അവിടെ നിന്നുള്ള ആൾക്കാരാന്ന് പറഞ്ഞിട്ട് സുധി അയാളോട് ചോദിക്കുവാണ്, ടിക്കറ്റ് നിങ്ങൾ തന്നായിരുന്നല്ലോ, പിന്നെ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം, അത് സാർ നിങ്ങൾ കൊണ്ടുവന്ന ആ കവർ നിങ്ങളവിടെ മറന്നു വെച്ചു, അതിൻ്റെ അകത്തൊരു 3000 രൂപയും നിങ്ങളുടെ ID പ്രൂഫും ഉണ്ടായിരുന്നു, അത് കൊണ്ട് തരാമെന്ന് ഓർത്ത് വന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പം ബാഗിൽ നിന്ന് പുള്ളി ആ കവർ എടുക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ടു രവീന്ദ്രൻ എന്ന് എഴുതിയിരിക്കുന്ന സച്ചി കാണുവാണ് കേട്ടോ. സച്ചി പെട്ടെന്ന് ഇവരുടെ ഇടയിൽ നിന്ന് ചാടിത്തുള്ളി അവിടെ ആ പുള്ളി പോയി കഴിയുമ്പോഴേക്കും കവറ് സുധിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കുവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നിനക്കെന്തിനാ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി നിന്നോടല്ലേ തരാൻ പറഞ്ഞതെന്ന് പറയുവാണ്. ശ്രുതി ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിലും ശ്രുതിനെയൊക്കെ തട്ടി മാറ്റി സച്ചി ആ കവർ മേടിക്കുവാണ് കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്, ഇതെന്താ സച്ചിയെ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ കവർ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേര് ശ്രുതി എന്നല്ലേ, ടു രവീന്ദ്രൻ ഡ്രൈവർ എന്നാണല്ലോ ഇത്തേൽ എഴുതിയേക്കുന്നത്, അച്ഛൻ ഈ കവർ ഏതാണെന്ന് മനസ്സിലായോ, അച്ഛന് മധുസൂദനൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ കവർ ഏതെന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ അത്ഭുതപ്പെട്ട ആ കവറിലോട്ട് നോക്കുവാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് അടി കിട്ടിയ പോലെ ചന്ദ്ര അവിടെ മിണ്ടാതെ നിൽക്കുവാണ്. അത് കാണുമ്പോഴാണ് ബാക്കി എല്ലാവർക്കും ഒന്ന് ആശ്വാസമാവുന്നു കേട്ടോ. രവീന്ദ്രൻ അത് കണ്ട് ദേഷ്യവും സങ്കടമൊക്കെ അടിച്ചമർത്തി അവിടെ അങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുവാണ്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെയും മുഖത്ത് അടി കിട്ടിയ പോലെ ആയിപ്പോൾ കേട്ടോ. ശ്രുതി ഇങ്ങനെ എന്ത് പറയണം എന്നറിയാൻ പാടില്ലാത്ത പോലെ നിൽക്കുവാണ്. എല്ലാം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ട് ശ്രുതി ആകെ ഇങ്ങനെ പതുങ്ങി അവിടെ നിൽക്കുവാണ്. ഒന്നും മിണ്ടുന്നില്ല ഇവരാരും. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മേ പോലീസിനെ വിളിക്കണം എന്നല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേ, ഇനി പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാണ്ട് നാണം കെട്ട് തല താത്തി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ദേവുവും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, ഇപ്പം എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് സച്ചി ശ്രുതിയെ കണ്ടിട്ട് പറയുകയാണ്, നീ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു, കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ അച്ഛനോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനായിരിക്കും ഇത് എടുത്തതെന്ന്, നീ തരാനുള്ള 50 ലക്ഷത്തിൻ്റെ കൂടെ 1 ലക്ഷം കൂടെ കൂട്ടി 51 ലക്ഷം രൂപ കട്ട കള്ളനാ നീ എന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവു പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മോഷ്ടിക്കുന്ന കുടുംബം എന്നല്ലേ, അങ്ങനെ മോഷ്ടിക്കുന്ന തരം താഴ്ന്ന കുടുംബം ഏതാണെന്ന് ഇപ്പം ഞങ്ങൾക്കും മനസ്സിലായി എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ചന്ദ്ര ആകെ വാ അടച്ച് നിശബ്ദമായിട്ട് നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ദേവു പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം കുറേ നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പം നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നല്ലോ, ഇപ്പം നിങ്ങൾക്കൊന്നും സംസാരിക്കാനുണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഈ മകനെപ്പറ്റി നിങ്ങൾ എപ്പോഴും പൊക്കി പറയുന്നുണ്ടല്ലോ, നാട്ടുകാർക്കൊക്കെ ഇവൻ എന്താ ചെയ്തതെന്നറിയാം, സ്വന്തം അച്ഛൻ്റെ കാശ് മോഷ്ടിച്ചു പോയൊരു ഫ്രോഡായിട്ടാണ് ഇയാളെ നാട്ടിലുള്ളവരെല്ലാം കണക്കാക്കുന്നതെന്ന് പറയുവാണ്. അങ്ങനെയാണ് ഞങ്ങളും ഇയാളെപ്പറ്റി കേട്ടതെന്നും പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ നാണിച്ച് തല താഴ്ത്തി നിൽക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ്, ഒരിക്കലും ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ മോഷ്ടിച്ചത് കാരണം എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്, അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാനായിട്ട് ഇനി ഒരു മനുഷ്യൻ്റെ ഒരു സാധനവും എടുക്കില്ല എന്നുള്ളത്. അത്രയും നേരവും മിണ്ടാതിരുന്ന ലക്ഷ്മിയമ്മയും പറയുകയാണ്, നിങ്ങൾ ഇത്രയും നേരം പലതും വിളിച്ചു പറഞ്ഞല്ലോ, ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് ഞാൻ കേട്ടോണ്ടിരുന്നതല്ല, എൻ്റെ മോനും ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, ഒരു തവണ അവനൊരു തെറ്റ് പറ്റി, അതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഞാൻ അവനെ പറഞ്ഞു വിട്ടത്, എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയേക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വളർത്തിയത്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഒരിക്കലും അവരാവുകയില്ല, നിങ്ങൾ വളർത്തിയതിൻ്റെയാണ് നിങ്ങളുടെ മകനീ കാണിക്കുന്നത് എന്നും കൂടെ പറയുവാണ് കേട്ടോ ലക്ഷ്മിയമ്മ. അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ ചമ്മി നാറി നിൽക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ പറ്റാണ്ട് ശ്രുതി അവിടെ നിൽക്കുവാണ്. അതിപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ ചന്ദ്രമതി തല താഴ്ത്തി തന്നെ നിൽക്കുവാണ്. എന്നിട്ട് ദേവു പറയുന്നുണ്ട്, ഫ്രോഡ് എന്നുള്ളത് പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും സുധിനെ ഫ്രോഡെന്ന് വിളിച്ചുകൊണ്ട് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രനും ആകെക്കൂടെ ദേഷ്യം വരുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പിന്നെയും ചോദിക്കുന്നുണ്ട്, എന്താടാ സോഡാ കുപ്പി, നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ, എന്നിട്ട് പൗഡർ ഇടത്തി എന്താ മിണ്ടായിരിക്കുന്നത്, മോഷ്ടിച്ച കാശും കൊണ്ടാണ് നിങ്ങൾ ഹണിമൂൺ പോകാനിരിക്കുന്നതെന്നും കൂടെ ചോദിക്കുവാണ് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ നാണം കെട്ടിട്ട് ശ്രുതിയോട് പറയുകയാണ്, എന്താ ശ്രുതി ഇത്, ശ്രുതി എന്താ ഈ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് പറയാം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ എടുത്ത ക്യാഷ് അല്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി എന്താ ഈ പറയുന്നതെന്ന് പിന്നെ വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട് ആകെ നാണം കെട്ട് നിന്ന് അവരുടെ മുമ്പിൽ നിന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ശ്രുതി ഞാനല്ല എന്ന് ഉള്ള രീതിയിൽ, ഞാനല്ല ഇതെങ്ങനെയോ മാറിപ്പോയതാ സംഭവിച്ചതെന്നുള്ള രീതിയിൽ പറയുവാണ്.
ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രേവതിയും കുടുംബമൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഈ കൈയോടെ പിടിക്കപ്പെട്ടിട്ടും ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ള രീതി നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരം എല്ലാം കണ്ട് സഹിച്ച് നിന്ന് രവീന്ദ്രന് ദേഷ്യം വന്ന് രവീന്ദ്രൻ സച്ചിനെ തടഞ്ഞു മാറ്റി ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ മുഖത്തിനിട്ട്. ശ്രുതിക്ക് അടി കിട്ടി. ശ്രുതി അവിടുന്ന് ആകെ സങ്കടപ്പെട്ട അച്ഛ ഞാനല്ല എന്നെ വിടച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയെ ശ്രുതിയൊക്കെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാലും ഒരെണ്ണോട് പൊട്ടിക്കുവാണ് കേട്ടോ ശ്രുതിക്കിട്ട്. ആ സമയത്ത് ചന്ദ്രയുടെ മുമ്പിൽ വെച്ച് വളരെ ദേഷ്യപ്പെട്ട് രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇത് ചെയ്തേ? നീ എന്നൊരു കള്ളം പറയുന്നോ? നിന്നോട് ചോദിച്ചേ നീ എന്തിനാ ഇത് ചെയ്തതെന്ന് ഇപ്പം നീ പറഞ്ഞോ എന്ന് പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് ഇനി എല്ലാ പ്രശ്നങ്ങളും വഷളാവും, ശ്രുതി ഇനി അവിടുന്ന് പോയാലോ എന്ന് എല്ലാം കൂടെ പേടിച്ച് ചന്ദ്ര പെട്ടെന്ന് കളം മാറ്റി ചവിട്ടുവാണ്. ചന്ദ്ര പിന്നെ അങ്ങ് അഭിനയം തുടങ്ങുവാണ്. അയ്യോ എനിക്ക് തലവേദനിച്ചിട്ട് ഈ തലവേദന വരുമ്പം ഞാൻ എന്താ ഇങ്ങനെ ഓരോന്ന് മറക്കുന്നത്, എനിക്കൊരു അബദ്ധം പറ്റിയതാ രവിയേട്ടാ, ഞാൻ അവന് ക്യാഷ് കൊടുത്തേ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സച്ചി പറയാണ്, ആഹാ നല്ല അഭിനയം, ആർക്കും ഒരു സംശയവും ഇല്ല, നിങ്ങൾക്ക് അവാർഡ് വല്ലതും തരണമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പറയുകയാണ്, അഭിനയിച്ചതല്ല സത്യമായിട്ടും അതെ, ഞാൻ അവന് കൊടുത്ത് അത് ഞാൻ മറന്നുപോയി, ഇവന് ഹണിമൂൺ പോകാൻ ടിക്കറ്റിന് കാശ് വേണം, സാലറി കിട്ടാൻ ഇച്ചിരി വൈകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തു പോയതാ, പക്ഷേ ഞാൻ ഇവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ, ഇപ്പം ഇങ്ങനെ ഒരു സൈഡിൽ തലവേദന വരുമ്പോൾ എനിക്ക് ഭയങ്കര മറവിയാന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നിട്ട് എടുത്തു കൊടുത്ത് നീ ഒന്നും വേണ്ടിയില്ല, നിൻ്റെ മകനും ഒന്നും വേണ്ടിയില്ല, ചുമ്മാ ഒന്നും അറിയാതെ നിങ്ങൾ മറന്നുപോയതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയത് ഇവരെ, എന്തായാലും നീ ചെയ്തത് ശരിയല്ലല്ലോ, അവരോട് പോയി ക്ഷമ പറയാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ പതുങ്ങി നിൽക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, നിന്നോടാ പറഞ്ഞ് അവരോട് പോയി മാപ്പ് പറയുകയാണെന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ ഒരു മനസ്സോടെ രവീന്ദ്രനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചെന്നിട്ട് പറയുകയാണ്, അത് എനിക്കിപ്പം തലവേദന വരുമ്പോൾ ഇങ്ങനെ മറവിയുള്ളത് കൊണ്ടാണ്, എൻ്റെ ഭാഗത്തെ തെറ്റാ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, എനിക്കൊരബദ്ധം പറ്റിയതാ, ഞാൻ അവന് കൊടുത്തതാ, എന്നോട് ക്ഷമിക്കണം, മാപ്പ് എന്ന് മാത്രം പറയുവാണ് കേട്ടോ. അതങ്ങനെ താഴ്ന്നു കഴിയുന്നൊന്നുമല്ല, പറയണമല്ലോ എന്ന് ഓർത്തെങ്ങാണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഇവരുടെ വാക്ക് കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പോകണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയണം, വിട്ട് കളയടാ, ഇനി അത് കൂടുതൽ പ്രശ്നമാക്കണ്ട, ചിലപ്പോൾ അവൾ ശരിക്കും മറന്നുപോയതായിരിക്കും, തലവേദന എടുത്തപ്പം വിട്ടുപോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ പണത്തിന് ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു കുറവുമില്ല, ഞങ്ങളുടെ ഒരു മോൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ അങ്ങനെയല്ല മക്കളെ വളർത്തിയേക്കുന്നതെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാന്ന് രേവതിയോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് സച്ചി ശരത്തിനോട് പറയുന്നുണ്ട്, നീ ഇവരാരും പറയുന്ന കേട്ട് ഇവിടെ വരാതിരിക്കുമൊന്നും വേണ്ട, എപ്പം നിനക്ക് നിൻ്റെ ചേച്ചിയെ കാണണം തോന്നുന്നു അപ്പം നിനക്ക് ഈ വീട്ടിൽ ധൈര്യമായിട്ട് കയറി വരാമെന്ന് പറയുന്നു കേട്ടോ. ഇറങ്ങി പോകാൻ നേരത്ത് ശരത്ത് സുധീനെ പുച്ഛിച്ചൊരു നോട്ടവും നോക്കുന്നുണ്ട്. സുധി ആകെ ചൂളി നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും ആ കവറ് തിരിച്ച് സുധിയുടെ കയ്യിൽ കൊടുത്തിട്ട് സച്ചി പറയുന്നുണ്ട്, നീ തൽക്കാലം രക്ഷപ്പെട്ടു, നീ ഇത് പിടിച്ചോ, 51 ലക്ഷം രൂപ കണക്കിൽ എഴുതി വെച്ചോളാൻ പറയുവാണ്. ഇതെല്ലാം കേട്ട് നാണം കേട്ട് ശ്രുതി അവിടെ നിന്ന് മുറിയിലോട്ട് പോവാണ് കേട്ടോ. ചന്ദ്രൻ ദേഷ്യപ്പെട്ട് എല്ലാവരും പോയി കഴിഞ്ഞ് സുധീനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര നേരെ മുറിയിലോട്ട് പോവാണ് കേട്ടോ. മുറിയിലോട്ട് പോകുന്ന ചന്ദ്രയുടെ പുറകെ പയ്യെ സുധി മുറി വന്നിട്ട് ആ മുറിയുടെ വാതിലടയ്ക്കുവാണ്. അപ്പോഴേക്കും അത്രയും നേരം ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് നിന്ന ചന്ദ്ര സുധിയെ തലങ്ങനും വിലങ്ങനും അടിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഒറ്റ ഒരാൾ കാരണമല്ലേ ഞാനിന്ന് അവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട വന്നേ, എന്നെക്കാളും നമ്മളെക്കാളും എന്തോരം താഴ്ന്ന കുടുംബത്തിലുള്ളവർ, ഒരു പണമില്ലാത്ത പിച്ച കുടുംബം, എന്നിട്ട് അവരോട് ഞാൻ ക്ഷമ പറയേണ്ട വന്നു എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി പറയും, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലമ്മേ, ശ്രുതി എന്നോട് ഹണിമൂണിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ എവിടുന്നാണ് ക്യാഷ്, ഞാൻ ആ പണിയെടുത്ത സ്ഥലത്ത് കാർ ഷോറൂമിൽ ചെന്ന് ചോദിച്ചപ്പം അവർ ക്യാഷ് തരുവല്ലാന്നും പറഞ്ഞു, ഞാനിനി എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോടാ, ഞാൻ തരുവല്ലായിരുന്നോ ക്യാഷ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി പറ്റിപ്പോയമ്മേ ക്ഷമിക്ക് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, ഞാൻ പോട്ടെ, ഇപ്പം നടന്നതൊക്കെ പോട്ടെ, നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് അവരുടെ കാല് പിടിക്കേണ്ട വന്നു എന്ന് ഓർക്കാം, പക്ഷേ ശ്രുതി ഇതറിഞ്ഞ് അത് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൾക്ക് നിന്നെപ്പോലും എടുത്തവനെ വേണ്ടാന്ന് വെച്ചാൽ അവൾ പോവുകയില്ലായിരുന്നോ, അപ്പം നീ എന്ത് ചെയ്തേനേയും എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴേക്കും അമ്മ അവരെയൊക്കെ വിളിച്ചു വരുത്തുക, ഇവരൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തില്ല, ഇത്രയും പ്രശ്നമാവുമെന്ന് ഓർത്തില്ല, എന്തായാലും സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്തുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല മോനെ സാരമില്ല, എൻ്റെ പൊന്നു മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹപ്രകടനമാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ചന്ദ്രനെ മയക്കി പ്രശ്നമൊക്കെ സോൾവായ സന്തോഷത്തിൽ വെളിയിൽ വന്ന്
സുധി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ജയിച്ച ഒരു ഭാവത്തിൽ. ആ സമയത്ത് ഇതൊക്കെ രേവതി കാണുന്നുണ്ട് അടുക്കളയിൽ നിന്ന്. രേവതി സുധിയുടെ ഈ നോട്ടം, ഈ പെരുമാറ്റമൊക്കെ കണ്ട് ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്